ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഗ്ലോറിയസ് J4ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം അങ്ങനെ ഒന്ന് കാണിക്കാം കേട്ടോ. രണ്ട് മെത്തേഡ് ഉണ്ട്, ഒന്ന് മണ്ണിലും ഒന്ന് വെള്ളത്തിലും. ഞാൻ ചെയ്തതായിട്ടും കാണിച്ചു തരാം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. കൂട്ടുകാർ, ഇതാണ് എൻ്റെ ജെയ്ഡ് പ്ലാന്റ്. അപ്പോൾ ഈ ജെയ്ഡ് പ്ലാന്റിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യാം, അതിനായിട്ട് നമുക്കിതിൻ്റെ ചെറിയ ഗ്രോത്തുകളാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് ഇപ്പോൾ നമ്മുടെ ചെറിയ ഗ്രോത്തുകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് ഇതേപോലെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ പൊടിപ്പാണ്. അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂമിലൊക്കെ വെക്കാം. ഇതൊരു എയർ റിഫ്രഷിങ് പ്ലാന്റാണ്, നല്ല പ്ലാന്റാണ് ഇത്. നമ്മളൊന്ന് സൂക്ഷിച്ച് നമുക്ക് നമ്മുടെ റൂമുകളിലും നല്ല ഡെക്കറേറ്റീവായിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം. ഇതേപോലെ ചെറുതായാലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് പിടിച്ചോളും കേട്ടോ. ഇത് അങ്ങനത്തെ ഒരിതാണ്, പെട്ടെന്ന് പിടിച്ചോളും. തന്നെയല്ല, ഇതിനൊന്നും അധികം വെള്ളമൊന്നും വേണ്ട, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. അപ്പം ഞാനത് കുറച്ച് ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനത് ഇതേപോലത്തെ ഒരു ചെറിയ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തേക്ക് ഞാനിപ്പോൾ നിറയ്ക്കാൻ പോകുന്നത് കോക്കോപീറ്റാണ്. കോക്കോപീറ്റും പോട്ടിംഗ് സോയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് പെർലൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒത്തിരി വെള്ളമൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല. ആ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇച്ചിരി പെർലൈറ്റും കോക്കോപീറ്റും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജ് നന്നായിട്ട് നടക്കുകയും ചെയ്യും. നമ്മുടെ ജെയ്ഡ് പ്ലാന്റിൻ്റെ കട ഒന്നും ചീഞ്ഞു പോവില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും. അതങ്ങനത്തെ ഇത് ഒരു സക്കുലൻ്റ് ഇതിനകത്തുള്ളതാണ്. അപ്പോൾ നമുക്കിതിനൊന്നും അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിതിനകത്തേക്ക് ഇപ്പം മണ്ണ് നിറച്ചെടുക്കാം. അപ്പം ഞാൻ ഇതൊക്കെ നമ്മുടെ കോക്കോപീറ്റൊക്കെ ഞാൻ നിറച്ച് കൊണ്ടുവന്ന് ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടിയുടെ ഇത് വെച്ച് കൊടുക്കട്ടെ. അപ്പം നമുക്ക് താഴെ നമുക്കിത് വേണ്ട, നമുക്കൊരു നോഡാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് ഇതിന് വേണ്ടിയിട്ട്, ഈ വേര് പിടിക്കാനായിട്ട്. തന്നെയല്ല, ഈ ലീഫ് താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമുക്കത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ആർക്കും വീട്ടിൽ ചെയ്യാം. നമുക്കിഷ്ടംപോലെ ജെയ്ഡ് പ്ലാന്റിൻ്റെ നമുക്കിഷ്ടംപോലെ പ്രോപ്പഗേഷൻ ചെയ്യാം. ഇത് തന്നെ നമ്മുടെ വീടുകളിൽ നല്ല ഒരു ചെറിയൊരു ഡെക്കറേഷനായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇത്രയും നമുക്ക് സ്പേസ് വെക്കേണ്ട, കാരണം ഇതിനകത്തുനിന്ന് ബ്രാഞ്ചസ് വീണ്ടും ഇത് വലുതാവുന്നതനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ചട്ടിയിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ 6 7 ഈ തണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് വെച്ച് കൊടുക്കണ്ട, ഒത്തിരി അങ്ങ് കൺജസ്റ്റഡ് ആക്കണ്ട. കാരണം ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഓരോ പുതിയ ഇത് വന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് ഇത് ഏതെങ്കിലും വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് വെച്ചാൽ മതി, അധികം അങ്ങ് ഡീപ്പ് പോകാതെ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് നനച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മണ്ണൊന്ന് നനയട്ടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. വെള്ളമൊന്നും നമ്മൾ ഒത്തിരി ഓവർഫ്ലോ ആയിട്ടൊന്നും ജെയ്ഡ് പ്ലാന്റ്സിനൊന്നും വെക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ച ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് വെച്ചിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതാണ് കണ്ടോ, ഇതാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത ചെടി. ഇതിനിപ്പോൾ നന്നായിട്ട് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് മോയ്സ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, 2 ആഴ്ച ആയതേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് ഇത്രയ്ക്ക് നമുക്ക് റൂട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓക്കെ ഇതിങ്ങനെ ചെയ്ത് വെക്കാം. ഇത് കണ്ടോ, എന്ത് രസമായിട്ടാണ് അതിൻ്റെ നല്ല ഫ്രഷ് നല്ല പച്ചപ്പോടുകൂടി ഇരിക്കുന്നില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വേറെ ചെറിയൊരു കട്ടിങ്സ് എടുക്കാം. എന്തിനാണെന്നറിയാവോ, അതൊന്ന് വെള്ളത്തിൽ വെക്കാനാണ്.
അപ്പോൾ ഞാൻ ഈ ചെറുത് ഒരെണ്ണെടുക്കാം. കേട്ടോ, ഇങ്ങനത്തെ ഒരു ചെറുത് മതി. പക്ഷേ ഓക്കെ, അപ്പം അതിനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് വേറെയും ഇതെടുക്കാം, വേറെയും തണ്ടുകൾ എടുത്തിട്ട് അതിനകത്തൂടെ നമുക്ക് വെക്കാം. നമുക്കപ്പോൾ അതിനകത്തൂടെ 1 or 2 തണ്ട് വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതായാൽ നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് അങ്ങനെ അങ്ങ് നിന്നോളും കേട്ടോ. ആയിട്ടുള്ള ഇത് എൻ്റെ ഈ കുപ്പിക്ക് ശരിക്കും ഇച്ചിരി വട്ടമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നു എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വയ്ക്കുമ്പോൾ അത് അങ്ങനെ ആ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ വെള്ളത്തിൽ പിടിപ്പിച്ചതാണ് ഇത് കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള റൂട്ട്സൊക്കെ വന്നില്ലെന്ന് നോക്കിക്കേ. അപ്പോൾ നമുക്ക് ജേഡ് പ്ലാന്റ് 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. മണ്ണിനകത്തും വെച്ച് ചെയ്യാം, നമുക്ക് വെള്ളത്തിനകത്തും വെച്ച് ചെയ്യാം. ഏതാണ് നമുക്ക് കംഫർട്ട് എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.